കാന്താ സംഹിതയെ ഉപദേശിക്കുകയും ചെയ്യും. ഭാര്യയെ പോലെ ഉപദേശിക്കുന്ന സ്വഭാവം. ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഉപദേശമാണോ? അല്ല. ധർമ്മത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഭർത്താവിനെയും മക്കളെയും നാടിനെയും ഒക്കെ ധർമ്മ വഴിയിലേക്ക് കൊണ്ടുവരുന്നവരാണ് ശരിക്ക് ഭാര്യ എന്ന് പറയുന്നത്. മഹത്വം കൊണ്ട് ഭാരമുള്ളതാണ് മഹാഭാരതം എന്നതുപോലെ മഹത്വം കൊണ്ട് ഭാരമുള്ളത് തന്നെയാണ് ഭാര്യ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ഈ കർക്കടകത്തിന്റെ ദുർഘടത്തില് ഭാരതം പഠിപ്പിച്ചത് നമ്മളോട്, നിങ്ങൾ ബ്രാഹ്മമുഹൂർത്തത്തിലൂടെ വീടും പരിസരവും ശുചിയാക്കി കുളിയും കഴിഞ്ഞ് ശുഭ്രവസ്ത്രങ്ങളും ധരിച്ച് പൂജാമുറിയിലോ വിളക്കിനരികിലോ ക്ഷേത്രങ്ങളിലോ ഒരു 5 മിനിറ്റ് നേരം ധ്യാനിക്കുക. അത് പഠിപ്പിക്കേണ്ടത് അമ്മമാരാണ്. കുറച്ചമ്മമാരിവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വന്ന് കുടുങ്ങി. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഉദയത്തിന്റെ 48 സെക്കൻഡ് മുമ്പുള്ള സമയം ഒഴിവാക്കിയിട്ട് അതിന് മുമ്പുള്ള 48 മിനിറ്റ് എടുത്താൽ മതി. അപ്പൊ ബ്രാഹ്മമുഹൂർത്തം ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉണരേണ്ടത് അങ്ങനെയാണ്. എത്ര അമ്മമാർ ഉണരുന്നുണ്ട് നമുക്ക്. വീട്ടിൽ തുടങ്ങുന്നുണ്ട് നമ്മുടെ ശരീകരങ്ങൾ. അതിനാണ് ഈ കർക്കിടകം തുടങ്ങുന്നതിന് മുൻപ് മിഥുനത്തിൽ തന്നെ നമ്മൾ തയ്യാറെടുത്തോളൂ എന്ന് പറയുന്നത്. നന്മകൾ മാത്രമേ ഈ വീട്ടിലുണ്ടാവാൻ പാടുള്ളൂ എന്ന്. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ഈ വാൽമീകിക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ആ വീടിന്റെ അന്തരീക്ഷം നോക്കുക. അച്ഛനും അമ്മയും മക്കളും അല്ലെ സഹോദരങ്ങൾ, കുടുംബക്കാർ, വീട് രാജകൊട്ടാരത്തിലാകുമ്പോൾ എത്ര ആളുകളുണ്ടാവും? ഇന്ന് ഒരു ചെറിയ സംഘടനയെ എടുത്തു നോക്കുക, ഒരു കുടുംബത്തിനെ എടുത്തു നോക്കുക, ചേട്ടനെ അഞ്ചിനെ എടുത്തു നോക്കുക, ഭാര്യനെയും ഭർത്താവിനെയും എടുത്തു നോക്കുക, കാമുകനെയും കാമിനെയും എടുത്തു നോക്കുക. അല്ലേ? നമ്മുടെയൊക്കെ പ്രാചീന കാലത്തുള്ള കാമിനി കാമുക ബന്ധങ്ങളൊക്കെ കഥകളിലുണ്ട്. രാധയും കൃഷ്ണനും കേട്ടിട്ടുണ്ടാവും നമ്മള്. ഭഗവാൻ പെട്ടെന്നൊരു തലവേദന വന്ന കഥ പറയാറുണ്ട്. ചിലപ്പോൾ പ്രക്ഷിപ്തമായിട്ട് ആരെങ്കിലും എഴുതി ചേർന്നൊരു കഥയായിരിക്കാം. ഭാഗവതത്തിലും അങ്ങനെ നേരിട്ട് കാണുന്നില്ലേ? അപ്പൊ വലിയ ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ പല വൈദ്യന്മാരും വന്ന് അവസാനം ഒരു വൈദ്യൻ പറഞ്ഞു, ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ കാലടിയിൽ പറ്റിയിരിക്കുന്ന പൊടി ഭഗവാന്റെ നെറുകയിൽ തേച്ചാൽ മതി. കസ്താനി പൊടിച്ചു അതിൻ്റെ അടിയിലുണ്ട്. അപ്പൊ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പല ആളുകളും സ്ഥലം വിട്ടു. ഭഗവാനോട് കുറെ ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ അവർ സ്ഥലം വിട്ടാന്ന് പറയാം. അവർ തമ്മിൽ പറഞ്ഞത് രുക്മിണി സത്യവാദിയും വരെ പറഞ്ഞു, അയ്യോ ഭഗവാന്റെ തലയിൽ എന്റെ കാലിന്റെ അടിയിലുള്ള പൊടിയാക്കെന്ന് പറഞ്ഞാൽ ഞാൻ നരകത്തിൽ പോയില്ലേ. കേട്ടോ, ഞാൻ നരകത്തിൽ പോകുന്നതാ വിഷയം. ഭഗവാന്റെ തലവേദന പോയില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് സ്വർഗം കിട്ടിയാൽ മതി. പക്ഷെ ഈ വിവരം അറിഞ്ഞതില്ല. അതിന്റെ പാതി പോലും അറിയുന്നതിന് മുൻപ് ഭഗവാന്റെ തലയിൽ വന്നിട്ട് കാല് വെച്ച ആളാണ് രാധ. ഞാൻ നരകത്തിൽ പോയാലും എന്ത്, മറ്റുള്ളവർക്ക് സുഖമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ നമ്മുടെ കഥകളിലുണ്ട്. അതായത് കാമിനിയും കാമുകനും. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് ഏത് കാമിനിയാണ്? 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി, +2 ഫുൾ A+ കിട്ടി. ആദ്യം കൊക്കക്കോള കൊടുത്തു, അപ്പോൾ കാമുകന് പിടി കിട്ടി. രണ്ടാമത് ആസാദി കഷായം മേടിച്ചിട്ട് അതിനകത്ത് അധികം കൊടുത്തു. അപ്പോൾ കാമുകൻ പാസ്സായി. അടുത്ത ആളെ പിടികൂടി. അപ്പൊ കൃഷ്ണന്റെയും രാധയുടെയും കഥയാണോ നമുക്ക് വേണ്ടത്? ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്ന കഥയാണോ നമുക്ക് വേണ്ടത്? നമ്മുടെ ബന്ധങ്ങളെ മുഴുവൻ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. മാവൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറയുന്ന ഒരൊറ്റ പഞ്ചായത്തില് സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളിൽപ്പെട്ട യുവാക്കന്മാർ 30, 35, 40 വയസ്സുള്ള 423 ആളുകൾ കല്യാണം കഴിക്കാതെ നടക്കുക. ആൺകുട്ടികൾ. നമ്മുടെ സംസ്കാരം പറഞ്ഞ എന്താണ്? ഭാരതീയ സംസ്കാരം ഗർഭാധാനം, പുംസമനം, സീമന്തോന്നായം, ജാതകർമ്മം, നാമകരണം, അന്നപ്രാശം പറഞ്ഞ് ഇങ്ങനെ ചെന്നാൽ രഹസ്യാശ്രമത്തെ കുറിച്ച് പറയുന്നത്, വിവാഹവിധിയെ കുറിച്ച് പറയുന്നില്ലേ? തലമുറകൾ കണ്ടേ രാമായണം അതാണ് കാണിച്ചു തരുന്നത്. അല്ലാണ്ട് ബഹുഭാര്യത്വമല്ല. നിങ്ങൾക്ക് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നില്ലേ എന്ന് വെച്ചിട്ടാണ്. ബഹുഭാര്യത്വമല്ല, തലമുറകൾ വേണം. അതിനു വേണ്ടിയിട്ട് എന്താണോ നടപടി സ്വീകരിക്കേണ്ടത് അവിടെയാണ് രണ്ടാമതും മൂന്നാമതും ഒക്കെ ഹരിവരി വരുന്നത്. വേദങ്ങളിൽ കാണാം നമുക്ക്. ഇതേ കഥയിൽ തന്നെ വരുന്ന ജനകന്റെ കൊട്ടാരത്തിലെ വേദത്തിലുള്ള കഥയുമാണ്. ജനകന്റെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരില്
വളരെ ശ്രദ്ധനായിരുന്നു യാജ്ഞവൽക്യ മഹർഷി. യാജ്ഞവൽക്യന്റെ പത്നി എന്ന് പറയുന്നത് ഗാർഗിയായിരുന്നു. ബ്രഹ്മവാദിനി എന്ന് ഉപനിഷത്ത് ദേവി എന്നൊക്കെ നമ്മൾ വിളിക്കാറ്. അങ്ങനെ ധാരാളം ശിഷ്യന്മാരും ശിഷ്യകളും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്ന കാലത്താണ് മൈത്രേയി എന്ന് പറയുന്ന ഒരു ശിഷ്യ അവിടെ എത്തിപ്പെട്ടിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൈത്രേയിക്ക് തോന്നുന്നത് ഈ ഗുരുവിനെ വിട്ടു പോകണ്ട, ഗുരുവിന്റെ കൂടെ ജീവിക്കുക, ഭാര്യയായിട്ട് തന്നെ ജീവിക്കുക, കാലങ്ങളായിട്ട്. എന്നാൽ പോലും അറിവ് പൂർണ്ണമാവില്ല എന്നറിയാം. യാജ്ഞവൽക്യൻ അത്രയും പ്രകാശ പണ്ഡിതനാണ്. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞത്, നീ ഗാർഗിയോട് ചോദിച്ചോണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഗതിയില്ലാണ്. കമനത്തിലേക്ക് വരികട്ടെ, ഞാൻ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഗാർഗിയുടെ അടുത്ത് പറഞ്ഞു, ഗാർഗി പറഞ്ഞു എനിക്ക് വിഷയമൊന്നുമില്ല, നീ ഇവിടെ ജീവിച്ചോളൂ, ഭാര്യയായിട്ട് എന്തായിട്ട് ജീവിച്ചോളൂ, ഇവിടെ കലഹവുമില്ല. കാരണം ബ്രഹ്മവാദിനിയാണ് ഗാന്ധി. പുറത്തൊക്കെ ചില ആളുകൾ 2 കെട്ടും 3 കെട്ടും മറ്റൊരാളെ മോളെ കെട്ടുമെന്ന് പറഞ്ഞ് നടത്തുന്നില്ല. അവര് 3 കെട്ടിയിട്ട് 4 കെട്ടിയിട്ട് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട്. നമ്മൾ 1 കെട്ടിയ വലിയ പ്രശ്നമാണ്. അതാണ് അതിനകത്തിന്റെ കുഴപ്പം. സംസ്കാരം ഉൾക്കൊള്ളാത്തതിന്റെ കുഴപ്പം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പോവുകയാണ് യാജ്ഞവൽക്യൻ. യാജ്ഞവൽക്യൻ വാനപ്രസ്ഥത്തിലേക്ക് പോകുന്ന സമയത്ത് ഗാർഗിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഗാർഗി പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ സ്വാഭാവികതയെ കുറിച്ച് കണ്ടറിഞ്ഞാണ്. അതിന് വിഷമവുമില്ല. അവരെല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ മൈത്രി വല്ലാതെ സങ്കടപ്പെട്ടു. യാജ്ഞവൽക്യനെ കെട്ടിപ്പിടിച്ചപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മാവാരെ പതികാമായ പതിപ്രിയോ ഭവതി ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. സമൂഹത്തിനെ പഠിപ്പിക്കേണ്ടതാണ്. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ സ്നേഹിക്കുന്നു, കാമുകനെ സ്നേഹിക്കുന്നു, കാമിനിയെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ധർമ്മത്തിൽ നിന്ന് വിഗതമായിട്ടുള്ള ഒരു സ്നേഹം ഇല്ല എന്ന് ഭാരതം പഠിപ്പിച്ചു. ധർമ്മ വിഗതമായ സ്നേഹത്തെയാണ് കാമം എന്ന് പറയുന്നത് എന്ന് കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ അവതരിപ്പിക്കുന്നുണ്ട്. എന്റെ ഭക്തനാരാണെന്ന് പറയുന്ന സമയത്ത് ലളിതമായിട്ട് വേറൊരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നത്, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുലക്ഷണി എന്ന് പറഞ്ഞു. അദ്വേഷ്ട സർവഭൂതാനാം, സകല ജീവജാലങ്ങളോടും അദ്വേഷ്ട. ഒന്നിനോട് നമുക്കൊരു ഭേദബുദ്ധി വേണ്ട, ദേഷ്യവും വേണ്ട, സ്നേഹവും വേണ്ട, ഒന്നും അദ്വേഷ്ടത എന്ന് പറഞ്ഞാൽ സ്നേഹവും വേണ്ട, ദേഷ്യവും വേണ്ട. മൈത്ര കരുണ ഏവച, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിത്രഭാവവും കാരുണ്യവും ആവാം. ആരാണ് ലോകത്തിൽ അങ്ങനെ പറഞ്ഞത്? ഭഗവാനെ പറഞ്ഞിട്ടുണ്ട്. നിർമ്മമോ നിരഹങ്കാര, മമതാബോധം വേണ്ട. എന്റേത് എന്റേത് എന്റേതുള്ള വിചാരമാണ് നമ്മുടെയൊക്കെ വിഷയമേ. ഇതൊക്കെ എന്റെ കുടുംബങ്ങളല്ലേ, ഇതൊക്കെ എന്റെ വേണ്ടപ്പെട്ടവരല്ലേ, ഇവരെ ആണുങ്ങളൊക്കെ ചത്ത എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറയുന്നത് വൈദ്യമാസ്മകർമ്മ യുവപഥ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. എന്റെ ഹൃദയ ദൗർബല്യത ഉണ്ടല്ലോ, എത്ര ബുദ്ധിഹീനമാണ്, എത്ര മ്ലേച്ഛമാണ്, എത്ര മോശമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും കൂടാത്തതാണ്. ഈ ധർമ്മത്തെ കുറിച്ച് പഠിക്കുക, ധർമ്മത്തെ കുറിച്ച് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ധർമ്മം എന്താണോ അതിനെ നിലനിർത്തണമെന്ന് ആവർത്തിച്ചു പറയുന്നു ഭാരതം. ധർമ്മത്തിനെ കുറിച്ചും അഹിംസയെ കുറിച്ചും പറയുമ്പോൾ ഞാൻ ചോദിക്കാം, അല്ലേ, നമുക്ക് ചെറിയ കുട്ടികളെ സ്കൂളിലുണ്ട്, അഹിംസ എന്ന് പറയുമ്പോൾ എന്താ ചോദിച്ചു? അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹിംസ സത്യമസ്തേയം അപരിഗ്രഹം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞിട്ട് യോഗയുടെ ആദ്യപടികൾ പറയാറില്ല. അഹിംസ എന്ന് പറഞ്ഞത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ശരിയാവും തെറ്റാ? പറഞ്ഞു കൊല്ലാതിരിക്കുക. അജ്മൽ കസൂരി എന്തിനാ കൊന്നത്? അത് ഹിംസയാണോ അഹിംസയാണോ? ഞാൻ പറയും അത് അഹിംസയാണ്. ബില്ലാതെ എന്തിനാ കൊന്നത്? അത് ഹിംസയാണോ അഹിംസയാണോ? കൊല്ലേണ്ടവരെ കൊല്ലുകയാണ് അഹിംസ. കൊല്ലാൻ പാടില്ലാത്തതിനെ കൊല്ലാതിരിക്കലാണ് അഹിംസ. നിലനിർത്തേണ്ടതിനെ നിലനിർത്തണമെന്ന് പറയുന്നതാണ് അഹിംസ. നമ്മളെ പഠിപ്പിച്ചില്ല. നമുക്ക് മലയാള ഭാഷയായാലും എന്ത് ഭാഷയായാലും സംസ്കൃതം പഠിക്കാൻ നിരോധിച്ചറിഞ്ഞ ആളുകളാണ് ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ ഒക്കെ എന്തിനാ ചെയ്തതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കളരിയും സംസ്കൃതവും നിരോധിച്ച ആളുകളാണ്. പുതിയ വിദ്യാഭ്യാസ നയം 1936 പുതിയ വിദ്യാഭ്യാസ നയം മെഗാളെ കൊണ്ടുവന്നത് അതിനാണ്. ഡൗൺവേർഡ് ലിബറേഷൻ തിയറി. നമ്മൾ എന്ത് പഠിക്കണമെന്ന് അത് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ.
എന്നിട്ട് ആ പഠനം കൊണ്ടാണ് കുട്ടികൾ അമ്മയ്ക്കെന്തറിയാം അച്ഛനെന്തറിയാമെന്ന് ചോദിക്കുന്നത്. കാരണം സംസ്കാരത്തെ ഇല്ലാതാക്കുക എന്നത് നമ്മൾ പറയുന്ന അനുസരിച്ചുള്ള വൈറ്റ് കോളർ ജോബിലുള്ള ആളുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് സംസ്കൃതം പഠിക്കുന്നത്. രാമായണം വായിക്കാൻ പാടില്ല. ഇപ്പോഴും ചിന്തിക്കുന്നില്ലേ കർക്കിടകത്തിൽ മാത്രമേ രാമായണം വായിക്കാൻ പാടുള്ളൂ? ആരാ പറഞ്ഞത്? എവിടെയാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, അല്ല ഈ മീൻ കൂട്ടി കഴിഞ്ഞാൽ രാമായണം തൊടാൻ പാടുണ്ടോ ചോദിച്ചിട്ടുണ്ട്. രണ്ടു തൊട്ടാൻ ധാരാളം ചോദിച്ചു. നിങ്ങൾ രാമൻ കാട്ടിൽ പോയപ്പോൾ മാംസം കഴിച്ചില്ലേ? മാംസം കഴിച്ചിട്ടുണ്ടാവും. എന്താ രാമൻ എന്താ മാംസം കഴിക്കണ്ടേ? കാട്ടിലെന്താണ് കിട്ടിയത് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ വാൽമീകിയുടെ രാമായണത്തിൽ പറയുന്ന മൃഗം എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം കിഴങ്ങുന്നതാണ്, മണ്ണിലേക്ക് പോകുന്ന സാധനം. അതാണ് ഉദ്ദേശിച്ചത്. നമുക്കിവിടെ മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അനിമലാണ് അല്ലെങ്കിൽ മാനാണ്. കാലഘട്ടത്തിന്റെ വ്യത്യാസം, ഭാഷയുടെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ടാണ് ഈ വിഷയം വരുന്നതല്ലേ. ഈ അടുത്ത കാലത്താണല്ലോ കറുത്തവരെ പ്രസവിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പോലും മോശം തോന്നുന്നു പറഞ്ഞിട്ട് ഒരാള് നൽകി വശമായിരിക്കുമല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് പറയുന്ന ആള് നൃത്തവും നാട്യവും നടനവും ഒക്കെ പഠിച്ചത് എവിടുന്നാണ്? വേദങ്ങളിൽ നിന്നാണ്. വേദങ്ങൾ 4 പകുത്ത് വെച്ചോണ്ട് നിറം എന്താ? ഈ വാൽമീകിയുടെ നിറം എന്താ? ഈ ഭരതമുനിയുടെ നിറം എന്താ? ശിവന്റെ നിറം വെള്ളയാണ്. പക്ഷെ നമ്മൾ കാണുന്ന ശിവന്റെ നിറം വെളുപ്പായിട്ട് കാണുന്നില്ല. ശിവന്റെ നിറം വെള്ളയാണ്. അപ്പൊ ഈ നിറങ്ങൾ എന്താണ് എന്ന് പോലും തിരിച്ചറിയണമെങ്കിൽ രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും വരണം. ആയുധങ്ങളേറ്റ് വീണ് കിടക്കുന്ന ആചാര്യൻ ഭീഷ്മാചാര്യൻ അസ്ത്രങ്ങളേറ്റ ശരശൈലികളൊക്കെ. അപ്പൊ അതിനെ കുറിച്ചുള്ള സംശയങ്ങൾ വന്ന് ചോദിക്കുന്നു. അപ്പൊ ധർമ്മപുത്രർ വന്നിട്ട് ചോദിക്കുകയാണ്, അതിനെ കുറിച്ച് ചോദിച്ചതിന്റെ കൂടെ ചോദിക്കുകയാണ് ഈ നിറങ്ങളെ കുറിച്ച് എന്താണ്? കറുപ്പും വെള്ളയും നീലും പച്ചയും മഞ്ഞയും. അപ്പോ ഭീഷ്മാചാര്യൻ പറയാണ്, ഏകവർണ്ണ ഇതം സർവം പൂർവമസീതി യുഷ്ടിര. യുഷ്ടിര ഒറ്റ നിറമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ. അതിനാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് നിറമില്ലായ്മയുടെ നിറമാണ്. നമ്മുടെ ആത്മാവിന് നിറമുണ്ട്. നമ്മുടെ ആത്മാവിന് നിറമുണ്ടോ? നമ്മുടെ ആത്മാവിന് ജാതിയുണ്ടോ? നമ്മുടെ ആത്മാവിന് മതമുണ്ടോ? ഭാരതം ലോകത്തിന് കൊടുത്ത സന്ദേശം അതാണ്. അതുകൊണ്ട് നമ്മുടെ നിറം കണ്ടിട്ടും സ്വത്ത് കണ്ടിട്ടും സമ്പാദ്യം കണ്ടിട്ടും സുഖങ്ങൾ കണ്ടിട്ടും നമുക്ക് ദുഃഖവും വേവലാതിയും വേദനയും ഉണ്ടാകുമ്പോൾ ഇതിലൊന്നും കാര്യമില്ല. മാവാരേ പത്യുകാമായ പതിപ്രിയോ ഭവതി. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ എന്തിനു സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് യാജ്ഞവൽക്യൻ പറഞ്ഞത് ആത്മനസ്തുകാമായ സർവം പ്രിയൻ ഭവതി. നീ നിനക്ക് വേണ്ടിയിട്ടാണ് നീ നിന്റെ കെട്ടിയവനെ ഇഷ്ടപ്പെടുന്നത് അല്ലേ? ആണോ? ആലോചിച്ചു. മാഷെന്ന് പറഞ്ഞു വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി. വീട്ടുകാർ ചോദിക്കുന്ന എവിടെയും പോയിരുന്നു ഉള്ളൊന്നും കുടിക്കാൻ പറ്റുന്നില്ല. ആലോചിച്ചിട്ട് കാരണം ഇവിടെ പാവപ്പെട്ടവനെ കെട്ടിയിട്ട് അവൻ ഒരു നേരത്തെ ഭക്ഷണം എവിടുന്ന് മോട്ടിച്ചെടുത്തെന്ന് പറഞ്ഞിട്ട് കയ്യും കാലും കെട്ടിയിട്ടിട്ട് തല്ലിക്കൊണ്ടിട്ട് ആഹ്ലാദിച്ചവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ നമ്മുടെ നാട്ടില് ഒന്നുമില്ല. അതിനുശേഷം നമ്മുടെ കേരളം നേരെ വന്നു. കാരണം ആടി കൊണ്ടതും ചത്തതും ആരാണ്? ഒരു പാവപ്പെട്ട സനാതന ധർമ്മത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അവനെയും അവരുടെ ഗ്രന്ഥങ്ങളെയും അവരുടെ സംസ്കാരത്തെയും പറ്റാവുന്നിടത്തോളം ഇല്ലാതാക്കുക. അത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞത് രാമായണം പഠിപ്പിക്കണം കേരളത്തിന്. കാരണം എഴുത്തച്ഛനാരാണ്? എഴുത്തച്ഛനാരാണ്? മലയാള ഭാഷയുടെ എന്താ ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനെ വിളിച്ചത്? അച്ഛാണ് നമ്മൾ ഒരാൾ വിളിക്കുന്നത് എങ്ങനെയാണ്? DNA ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഇന്നങ്ങനെയായിരിക്കും ഒരാളെ അച്ഛാരെന്ന് വിളിക്കുന്ന സംസ്കാരം കൊടുക്കുന്ന ആളെ അമ്മ കാണിച്ചു കൊടുക്കുകയാണ്. നിന്റെ സംസ്കാരം ഇവിടുന്നാണ് വന്നപോലെ ഇയാളിൽ നിന്നാണ് വന്നത്. അമ്മ പറയുന്നതാണ് അച്ഛൻ. അതാണ് സംസ്കാരം. ഭാരതത്തിന്റെ സംസ്കാരം അതാണ്. അപ്പൊ നമുക്ക് സംസ്കാരം തന്നു. ചില ആളുകൾ ചിന്തിക്കുന്നത് ഈ വാൽമീകിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന രാമന്റെ കഥ പറഞ്ഞതുകൊണ്ടല്ല. അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. മധുഭൂമി പബ്ലിക്കേഷൻസിൽ വന്നിരിക്കുന്ന രാമായണത്തിന്റെ ഉള്ളിൽ തന്നെയുണ്ട് ഒരു പഠനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് വട്ടെഴുത്തിൽ നിന്ന് ഭാഷയെ നല്ല അക്ഷരങ്ങളിലേക്കും എഴുത്തിലേക്കും ഒക്കെ കൊണ്ടുവന്നത് കൊണ്ടാണ്. അതിന് മുമ്പത്തെ എഴുത്തുണ്ടായിരുന്നില്ല. എത്രാം നൂറ്റാണ്ടിലെ അധ്യാത്മരാമായണം കിളിപ്പാട്ടുണ്ടായത്? എന്തിനാണ് ഈ അധ്യാത്മരാമായണം എന്ന് പേര് കൊടുത്തത്? അത് മാത്രം പറയാൻ അതറിയില്ലേ? പല രാമായണമുണ്ടല്ലോ. കമ്പരാമായണുണ്ട്, കൃത്യവാസ രാമായണം, തുളസീദാസ രാമായണുണ്ട്.
അങ്ങനെ ധാരാളം രാമചരിതമുണ്ട്, രാമചരിത മാനസമുണ്ട്, കണ്ണശരാമായണമുണ്ട്, മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന് കൊടുത്തത്? അധ്യാത്മരാമായണം, ആത്മാനം അധികൃത്യ ഇതി അധ്യാത്മികം. ആത്മാവിനെ സംബന്ധിക്കുന്ന ചിന്തയാണ് ഇതിനകത്തുള്ളത്. നീ എന്താണ് എന്ന് തിരിച്ചറിയുന്നു. നിന്റെ ജീവിത ലക്ഷ്യം പറഞ്ഞു, ജീവിത ലക്ഷ്യം അറിവുള്ളതായിട്ട് നിന്റെ നീ ആരാണ്, നീ എന്തിനാണ്, നീ എങ്ങോട്ടാണ്, നീ എങ്ങനെയാണ് ആവണം, ഇത് തിരിച്ചറിയാനുള്ള ഒരൊറ്റ വഴിയുള്ളൂ രാമായണം. ആ എഴുത്തച്ഛനെ അധിക്ഷേപിച്ചു കേരളത്തിലുള്ള ആളുകൾ, എഴുത്തുകാർ അധിക്ഷേപിച്ചിട്ടുണ്ട്. എഴുത്തച്ഛന്റെ അച്ഛനാരാണ്? എഴുത്തച്ഛന്റെ അമ്മ ഒരു ചകാളശ്രീ, അവള് തന്നെ നടന്നിട്ട് അവിടെ എവിടെ പോയിട്ടുണ്ടായ കുട്ടിയല്ലേ. ഇത് പറയുന്നതിനാണെന്നറിയോ? അയാൾ എഴുതി രാമായണമാണോ നിങ്ങളുടെ മഹത്തായ ഗ്രന്ഥം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്, അതിനായിട്ട് ചോദിക്കുന്നില്ല എന്നുള്ളൂ. അപ്പൊ ഒറ്റ കവിയുണ്ടായിരുന്നു കോഴിക്കോട് ജില്ലയില് ബാലുശ്ശേരിക്കടുത്ത് കക്കാട്ടിലത്തെ NN കക്കാട് എന്ന് പറയുന്ന എഴുത്തുകാരൻ, ഒരു കവിയുണ്ടായിരുന്നു. അദ്ദേഹം പല കവിതകളിൽ എഴുതിയതിൽ ഒന്ന് വഴിവെട്ടുന്നവരോടൊന്നും പറഞ്ഞില്ലേ, തിരുവഴിയിൽ പെരുവഴി നെല്ലു പെരുവഴി ചങ്ങാതി, പെരുവഴി കണ്ണുമ്പിലിരിക്കെ പുതുവഴി നീ വെട്ടുന്നാങ്കിൽ പലതുകൊണ്ടേ വൃദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതി. അതിന് മുമ്പ് ഒരു കവിത എഴുതിയിരുന്നു, ചെറ്റകളുടെ പാട്ട് എന്ന് പറഞ്ഞിട്ട്. ആവശ്യം ഒന്നാണ് ഗൂഗിളടിച്ച ചിലപ്പോൾ കിട്ടിയായിരിക്കും ചെറ്റകളുടെ പാട്ട്. ചെറ്റകളല്ലോ ഞാനും നീയും, ഞാൻ മക്കളോട് പറയാം, ചെറ്റകളല്ലോ ഞാനും നീയും വരികരികത്തിരി പരദൂഷണ ലഹരിയിൽ നാണമൊലിഞ്ഞൊന്ന് തുടിച്ചു പൊളിക്കുക. മറ്റുള്ളവരുടെ തന്തേനെയും തള്ളേനെയും കണ്ടിട്ട് അവരെ കുറിച്ചുള്ള കുറ്റം കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രം ഇറങ്ങിയിരിക്കുന്നവരാണോ കേരളത്തിലെ എഴുത്തുകാർ, സാംസ്കാരിക നായകന്മാർ എന്ന് എത്ര ഭംഗിയായിട്ട് അദ്ദേഹം ചോദിച്ചു പറയുന്നു. നീ ഇത് കേട്ടിട്ടുണ്ടോ ചെറ്റേ? അദ്ദേഹം ചോദിക്കുകയാണ്. പണ്ടൊരു തന്തയ്ക്ക് അന്തിക്കൽപ്പം ലഹരിയകത്തായപ്പോൾ വായുമുളച്ചെന്നൊരു തോന്നൽ. ഏതോ തലയ്ക്ക് കുറച്ച് വെള്ളം അടിച്ചപ്പോൾ വായു മുളച്ച്, അങ്ങനെ ഏതോ വീട്ടിൽ പോയിട്ടുണ്ടായ സന്തതിയാണ് എഴുത്തച്ഛൻ തന്നെ എഴുതിയത്. നീ രാമായണം ഒന്ന് പഠിച്ചു. എന്നെ കക്കാട് മാത്രമേ പറഞ്ഞുള്ളൂ. എത്ര സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്നു കേരളത്തില്. ഇപ്പോഴും ഈ വയനാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ഷേത്രം നിലനിന്നിട്ടും നൂറുകണക്കിന് ആളുകൾ ഒരു സാംസ്കാരിക നായകനെ അവിടെ കണ്ടില്ലല്ലോ. പേടിയല്ലേ? ലോകത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ട് എത്ര മനുഷ്യായുസോടെ പെരുന്ന വീടുകൾ തകർന്നു, കുട്ടികൾ കഴിയുന്നു, എവിടെയും എഴുത്തുകാരന് വേണ്ടിയില്ല. പല സംഘടനകളിലൂടെ ആരുമില്ല. പക്ഷെ എഴുത്തച്ഛൻ ജീവിച്ചത് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട്. ആ എഴുത്തച്ഛനെയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് സമൂഹ ഭാഷയാക്കി നിർത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ നടക്കില്ലല്ലോ. കാരണം സനാതന ധർമ്മം നശിക്കില്ലെന്ന് ഞാനതാ തുടക്കത്തിൽ ആർണോൾഡ് ഡോയിനെയും ജോണസ് പാർക്കിനെയും ഇന്ദിരാഗാന്ധിനെയും കുറിച്ചൊക്കെ പറയുന്നത്. ഈ വികടന്മാരായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെ പറയുമ്പോൾ, ആ വികട സരസ്വതിക്കുള്ളിൽ പോലും സത്യം കിടക്കുമ്പോൾ, അതാണ് 1922 വിശാലയ്ക്ക് സമ്മേളനത്തിൽ വെച്ചിട്ട് സിനിമാൻസിനെ പോലുള്ള ആളുകൾ, സ്വർഗീയ പരമേശ്വരജിയെ പോലുള്ള ആളുകൾ പറഞ്ഞ രാമായണം വേണം കേരളത്തിന്. അവിടെയാണ് കർക്കിടകത്തെ രാമായണ മാസം എന്ന് പറയുന്നത്. ആ രാമൻ ധർമ്മത്തിന്റെ ഉടലെടുത്ത രൂപമാണ് എന്ന് മാരീചൻ പറയുമ്പോൾ, മാരീചന്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ കാട്ടില് കുറച്ച് ആളുകൾ വന്നിട്ട് അതിലൊരു സുന്ദരിയുണ്ട്, ലോകസുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാവണൻ തന്നെ അറിയാം രാമനെ കുറിച്ച്. മാരീചൻ രാവണനെ കുറിച്ച് എഴുതുന്ന സമയത്ത് മാരീചൻ അവിടെ രാമരാമ രാമരാമ ജപിച്ചിരിക്കുക. ഒരു സന്യാസി വേഷമൊക്കെ ധരിച്ചിട്ട് രാമനാമം ജപിച്ചിട്ടിരിക്കുക. മാരീചൻ പറഞ്ഞ എന്റെ മോനെ നമ്മുടെ കുലം മുഴുവൻ നശിച്ചു, കാരണം ധർമ്മത്തിന്റെ ഉടലെടുത്ത രൂപമാണ് രാമൻ. രാമന്റെ സംസ്കാരത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളോട് കളിച്ചാൽ കുലം നശിച്ചു പോകും. ഇനിയും കാണാൻ പോകുന്നുള്ളൂ കേരളത്തിൽ, ഇനിയും കാണാൻ പോകുന്നേയുള്ളൂ ഭാരതത്തിൽ. ഞങ്ങളൊക്കെ ശിലാപൂജയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീട് വീടാന്തരം നടക്കുകയും ശിലകൾ ശേഖരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അല്ലേ, അതാണ്ടൊക്കെ രാജേട്ടൻ്റെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ വേറെ ചില കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ പലയിടത്തും നടത്തി. 80കളിൽ 85, 89, 90കളിലൊക്കെ. 92 തർക്കമന്ദിരം തകർന്ന് വീണു അങ്ങനെയാണല്ലോ പറയുക അല്ലേ. ചോദിച്ചത് നടക്കുമോ? ക്ഷേത്രം പണിയിൽ നടക്കുമെന്ന് ചോദിച്ചില്ല. എന്തേ? യാതൊന്നാണ് ധർമ്മം അത് നിലനിൽക്കും, മറ്റുള്ളതൊക്കെ ഇല്ലാതെയാവും. തമ്മിലടിച്ച് സ്വയം നശിക്കും. ഇത് ഭോഗികളായിട്ട് നിങ്ങൾ എവിടെ ഏത് ചാനലുകളിൽ രാത്രി ഒരു 10 മണിക്ക് 10:30ക്ക് ശേഷം വെച്ച് നോക്കും. FIR എന്നും പിന്നെ പോലീസ് ഡയറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പങ്ക്തികളുണ്ട്, പരിപാടികളുണ്ട്. ആ പരിപാടികളിലൊക്കെ സ്വർണ്ണ കളകടന്ന് നടത്തുന്നത്, പിന്നെ പിടിച്ചു പറിക്കുന്നത്, ഗുണ്ടായുസത്തിൽ നിൽക്കുന്നത്,
അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ സംസ്കാരവും അവരുടെ ചിന്തയും ഒക്കെ പഠിച്ചാൽ മതി. അവർ സ്വയം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. MDMA കച്ചവടം ഏറ്റവും കൂടുതൽ നടത്തുന്ന ആരാണ്? അവർ ഉദ്ദേശിക്കുന്നത് ഈ ഭാരതത്തിന് ഇല്ലാതാക്കണമെന്നാണ്. ഒരിക്കലും ഇല്ലാതാവില്ല. ഭയപ്പെടേണ്ട ആവശ്യമില്ല. തിരിച്ചു വരും. യുവാക്കന്മാരൊക്കെ തിരിച്ചു വരും. ഇന്നിവിടെ എങ്ങനെയാണ് ഇരുന്നെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിക്കോ, ഇതേ ഹാളിൽ നമ്മളിൽ പലരും ചിലപ്പോൾ ഉണ്ടാവുകയും ഇതേ ഹാളിൽ 40 വയസ്സിന് താഴേക്കുള്ള ഒരു രാമായണത്തിന് വേണ്ടി ഒന്നിച്ചു പോകും. ഒരു സംശയമില്ലാത്ത കാര്യം. കാരണം എന്ത് ചെയ്യണം അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ വിദ്യാഭ്യാസത്തിലൂടെ അത് കിട്ടുന്നില്ല. നല്ല അധ്യാപകരില്ല, അല്ലെ? സിംഹവാലം തുടങ്ങിയ പോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഗുരുക്കന്മാരുടെ അച്ഛനമ്മമാരുടെയൊക്കെ കുറ്റിയേറ്റ് പോവുകയാണ്. നല്ല അച്ഛനില്ല, നല്ല അമ്മയില്ല, നല്ല ഗുരുനാഥന്മാരില്ല. അത് ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മാഷ് റിട്ടയറായിട്ട് ഞാൻ ടീച്ചർ റിട്ടയറല്ലേ ഇല്ല, അടുത്ത ഹോട്ടലിൽ ചെന്നിട്ട് പറഞ്ഞു ഈ പിന്നെ ഡെസ്കൊക്കെ തുടച്ചിട്ട് ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടാന്നാണ്. കുറച്ചുകൊണ്ട് കൊഞ്ചിട്ട് എല്ലാ മാസം എന്താ ചിക്കൻ ബിരിയാണി മാസം സാധാരണ വന്നാൽ കട്ടൻ ചായ കുടിച്ച് പോയാലും അവിടെ കൂട്ടുന്നിരുന്നു. ഇവിടെ ഞാൻ റിട്ടയറായതാന്ന് പറഞ്ഞു. അതല്ലേ സന്തോഷം. ഇന്നിപ്പോ എന്താ പരിപാടി കഴിച്ചു ചെറിയാണ് ഒരു 10-15 വയസ്സുണ്ട്. പറഞ്ഞു ഇപ്പൊ ഞാൻ റിട്ടയറായപ്പോൾ കിട്ടിയിട്ടുള്ള പൈസ കൊണ്ട് പിന്നെ കടപ്പൊക്കെ വാങ്ങി വിൽക്കുക, അറച്ചി വിൽക്കുക, അങ്ങനെ നല്ല ലാഭം നടക്കുന്നു അല്ലേ? ചില മാഷന്മാരും ടീച്ചർമാരൊക്കെ അങ്ങനെയാണ് വെച്ചത്. ടീച്ചർമാരെ മാട കൊണ്ടൊന്നുമില്ല, എന്തായാലും പറയാം അങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ ചോദിച്ചത്. അപ്പൊ അതിൽ ചെറിയ ചോദിച്ച് ഇപ്പൊ മാഷത്തിന് തോന്നുന്നുണ്ടോ പണ്ടേ പണി തുടങ്ങിയാൽ നന്നായിരുന്നു. അപ്പൊ മാഷ് പറഞ്ഞ ആളെ ഞാൻ വിചാരിക്കും വെറുതെ 10-32 കൊല്ലം സ്കൂൾ പഠിച്ച് കുട്ടികൾക്ക് ധാരാളം കലാവരാന്ന് പറഞ്ഞിട്ട് നടന്നു എന്തിനാണ് ഈ പണി നല്ലതെന്ന്. അപ്പോൾ പറഞ്ഞ എനിക്കും തോന്നുന്നുണ്ട് സാറേ എന്ന്. അത് എനിക്ക് പറഞ്ഞു മാഷ് പണ്ടേ ആ പണി തുടങ്ങിയെങ്കിൽ ഞാനിപ്പോൾ ഈ പണി എടുക്കേണ്ടി വരില്ലേ? ഞാൻ പഠിച്ചതാണ്. അതാണ് നമ്മുടെ അവസ്ഥ. അധ്യാപകരവരെ ശരിക്കും അത് ബ്രാക്കറ്റിട്ടുള്ള ചെറിയ ആൾക്കാരൊക്കെ മാറുന്നത് നല്ലവരുണ്ടാവും. അതൊക്കെ പോലീസുകാരെ പറഞ്ഞപ്പോഴും ചിന്തിക്കുക. കുറച്ച് നല്ല ആൾക്കാരുണ്ടാവും. അത് വളരെ ചുരുങ്ങിയ ആളുകളാണ് ഈ കള്ളന്മാരൊക്കെ കേട്ടോ. സുഖമായിട്ട് വീട്ടിൽ ഒരു വീഡിയോ പോലും കൊടുത്തിട്ടില്ല. ഏത് നമ്മുടെ മഹാരോഗത്തിന്റെ കാലത്ത് ഒരു വീഡിയോ പോലും കൊടുക്കാത്ത 100 കണക്കിന് അധ്യാപകർ എനിക്കറിയാം. ഒരു പള്ളിനെ പഠിച്ചോപ്പെടാമെന്ന് ഇപ്പോഴും കിട്ടുന്നില്ല. ഇവിടെ മണ്ണിടിഞ്ഞ് കുറെ ആള് സ്കൂൾ വന്നതൊക്കെ പോയില്ലേ, അവർക്ക് എന്ത് കിട്ടും എങ്ങനെ കൊടുക്കുന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. വനവാസി സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഒന്നും കൊടുക്കുന്നില്ല. 32 കോടിയുടെ പാക്കേജ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ സർക്കാർ നമ്മുടെ പാലക്കാട് അട്ടപ്പാടി പാക്കേജ് ഉണ്ടാക്കി 32 കോടി. അത് ആരിലേക്ക് പോയി എന്നൊരു അന്വേഷണം നടത്തില്ല. ആലോചിച്ചു. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല് ഈ സംസ്കാരമില്ലാത്ത ആളുകളാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയല്ല രാമൻ ഇരിക്കുന്നത്. രാമൻ ധർമ്മമുള്ള ആളാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷദാന ചതുർവിധ പുരുഷാർത്ഥങ്ങൾ കാരണം ടീച്ചർ പറഞ്ഞില്ലേ? ആ ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ ധർമ്മത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അർത്ഥകാമങ്ങൾ എന്തുമാണ്? ധർമ്മം ദായസ്യ ധർമ്മസ്യ സംരക്ഷണം. ധർമ്മത്തിനെ വഴിപോലെ പാലിച്ചിട്ട് മാത്രമേ അർത്ഥകാമങ്ങളിലേക്ക് പോകാവൂ. ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ ചതുരാശ്രമങ്ങൾ പറയുന്നുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യ കാലഘട്ടങ്ങളിൽ ധർമ്മത്തെ കുറിച്ച് പഠിക്കണം. അതല്ലല്ലോ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്നത്. എന്താണ് ബ്രഹ്മചര്യം? ബ്രഹ്മത്തിൽ ചരിക്കുക, പ്രകൃതിക്കനുസരിച്ച് അതിനെ മനസ്സിലാക്കി അതിനെ സംസ്കൃതിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് പഠിക്കലാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ആൺകുട്ടികളെ നോക്കൂല, പെൺകുട്ടികളെ അതൊന്നുമല്ല ബ്രഹ്മചര്യം. പ്രകൃതിക്കനുസരിച്ച് പ്രകൃതിയെ സംസ്കൃതിയാക്കി മാറ്റിക്കൊണ്ട് ജീവിക്കലാണ് ഒറ്റ വാക്കിൽ നമുക്ക് പറയാവുന്ന ബ്രഹ്മചര്യം. ഇടയ്ക്ക് ശബരിമലയിൽ വിഷയം വന്ന സമയത്താണ് നമ്മൾ അറിയപ്പെടുന്ന ഒരാള്, നമ്മുടെ ഒരു ഭരണകർത്താവ് എന്ന് പറയുന്നത് ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവ് നൈതിക ബ്രഹ്മചാരിയല്ലേ, അപ്പോൾ അദ്ദേഹത്തിന്റെ പൂജാരിയും നൈതിക ബ്രഹ്മചാരി ആയിരിക്കട്ടെ എന്ന് ചോദിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം അറിയാം? ഈ ബ്രഹ്മചര്യം എന്താ നൈതിക ബ്രഹ്മചര്യം എന്താന്ന് ഈ ചങ്ങാതിക്ക് അറിഞ്ഞോളാം. ആളെ മനസ്സിലായില്ല. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ ബ്രഹ്മചര്യമല്ല നൈതിക ബ്രഹ്മചര്യം. പ്രകൃതി പോലെ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന തലമുറകളെ സൃഷ്ടിക്കാനും അതിനനുസരിച്ച് പെറ്റുപോറ്റാനാണെങ്കിലും ജീവിപ്പിക്കാനാണെങ്കിലും ഒക്കെയുള്ള അവരോടൊപ്പം കഴിയാനുള്ള ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും പോലും ധരിച്ചുകൊണ്ട് ആത്മകുണ്ടത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നിട്ട് അല്ലെ അറിവിന്റെ അങ്ങേ തലയ്ക്ക് നിന്നിട്ട് സ്വയം പ്രകൃതിയായി മാറിയിട്ട് പ്രകൃതിയും ഞാൻ തമ്മിൽ വ്യത്യാസമില്ലാതെ ചിന്തിക്കുന്ന തലത്തിലേക്ക് കഴിയുമ്പോഴാണ് നൈതിക ബ്രഹ്മചര്യം ഉണ്ടാകുന്നത്. സാധിക്കാത്ത കാര്യമാണ്. അത് സാധിച്ചിട്ടുള്ള ആളാണ് അയ്യപ്പന്റെ അവിടെയുള്ള മൂർത്തി. ചില ആളുകൾ അയ്യപ്പൻ വരത്തില്ല, അയ്യപ്പന് ഭാര്യയിലെ മക്കളില്ല.
കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, കൊടുത്തിട്ടില്ല. നമ്മൾ കൊടുക്കണം. നമ്മുടെ ക്ഷേത്രങ്ങളിൽ എത്ര ക്ഷേത്രങ്ങളാണെന്നൊന്നും എനിക്കറിയില്ല. ക്ഷേത്രങ്ങളിൽ സനാതന ധർമ്മ പാഠശാല ഉണ്ടാവണം. അവരെ രാമായണം മാത്രം പഠിപ്പിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുവാണെങ്കിൽ. അത് വെറുതെ കഥ വായിച്ച് 40 കൊല്ലം 60 കൊല്ലം ഒക്കെ രാമനാമം ഒരു ഗുണമില്ലല്ലോ നമ്മുടെ വീടുകളിൽ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം 4 ദിവസത്തെ ഉത്സവത്തിന് എത്ര ആൾക്ക് ഭക്ഷണം കൊടുത്തു എന്നറിയാം. എന്നോട് പറഞ്ഞു, മാഷെ ദിവസം 40,000 ആൾക്കാർ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. 2 കൂട്ടം പായസം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. രാവിലെ ഉപ്പുമാവും, പിന്നെ പഴവും, പപ്പടവും, സാമ്പാറും. ഉച്ചയ്ക്ക് ഇഷ്ടംപോലെ തിന്നണം. അവസാനം ഞാൻ എത്ര കുളിച്ചിട്ട് തോന്നിയിരിക്കും. ബാക്കി വെറുതെ കളയാം. പാവങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ട് ഒന്നും കൊടുത്തില്ല. ഓണം വരുന്ന സമയത്ത് വരുന്നില്ല. ഓണത്തിന്റെ കാലത്ത് നമ്മുടെ വീടുകളിലെ ഓണം കുറയ്ക്കുക. അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് മക്കൾ പറഞ്ഞു, നമുക്ക് ഓണം അതുപോലെ ആക്കിയാലോ, ഒരു പായസാക്കിയാലോ, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഓണമൊന്നും അങ്ങനെ ആഘോഷിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മാർക്കറ്റിൽ നിന്ന് പൂ മേടിച്ചുകൊണ്ട് വന്നിട്ടല്ലേ നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. നമുക്ക് പൂ പറിക്കാനൊന്നുമില്ല. പൂക്കളുടെ സുഗന്ധവും വേണ്ട, നമുക്ക് അതിന്റെ സൗരഭ്യവും വേണ്ട, അതിന്റെ നിറവും വേണ്ട. കുമാരനാശനെ പോലുള്ളവർ കാണില്ല ഭ്രാന്ത്. ഒരു പൂ ഇവിടുന്ന് നിന്ന് അത് കായ കൊടുക്കുന്നു. ആ പുഷ്പമി അധികം വർദ്ധത്തിലെത്തൊരു കണ്ണയും കണക്കുക, അരിഞ്ഞു വലിഞ്ഞു മാശ, ആടെ ഭ്രാന്താണ് പേര്. നമുക്കൊരു ചിന്തയില്ല. ഒരു പൂവിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. നമുക്ക് പൂവും പൂമ്പാറ്റിയും തുമ്പിയും പണ്ടും ഈ ലോകത്തിൽ ഇല്ലായിരുന്നു. നമ്മളാരെങ്കിലും ജീവിക്കുകയായിരുന്നു. എന്റെ ചോദ്യം ശരിയാണ്. തുമ്പിയോ പണ്ടോ തേനീച്ചയോ പൂമ്പാറ്റിയോ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? തേങ്ങ ഉണ്ടാവില്ല, മാങ്ങ ഉണ്ടാവില്ല, ചക്ക ഉണ്ടാവില്ല. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇവരെല്ലാം കൂടിയാണ്. എന്നിട്ട് നമ്മൾ ഭരിക്കാൻ ആളുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. അല്ല എന്നിട്ട് പറയാം മനുഷ്യ ഞാനാണ് എല്ലാം. നമ്മളൊന്നുമല്ല. മനസ്സിലായില്ലേ? ഒറ്റ പൊട്ട് പൊട്ടി, രണ്ടാമത്തെ പൊട്ട് കണ്ടപ്പോഴത്തേക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മൂന്നാമത്തെ പൊട്ടിൽ തീർന്നു പോയി പാവങ്ങൾ. ഇത് എല്ലാ സ്ഥലത്തും വരും കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്ന് മുട്ടുമ്പോൾ മാത്രം കരഞ്ഞിട്ട് കാര്യമില്ല. പുറത്തേക്ക് ഇറങ്ങുക, മതത്തിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ കരിന്തോറമലയിൽ, താമരശ്ശേരിയിൽ കരിന്തോറമലയിൽ ഉരുൾപൊട്ടിയപ്പോൾ അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയി കൂടുതൽ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, ഇവിടെ 2 വീടുകൾ മണ്ണിനടിയിൽ പോയത് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകളുടെ വീടാണ്. അവരെ ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾ അവരെ വേണ്ട സ്ഥലത്ത് മറവ് ചെയ്തോളാം. ഞങ്ങൾ പോവുക. ഞങ്ങൾ തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ ചെറിയ 10 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ ചില ഉരുൾപൊട്ടലൊക്കെ വന്നാൽ മതം ഏതാ, ജാതി ഏതാ, വർഗം ഏതാന്ന് മനസ്സിലാവാത്ത അവസ്ഥയിൽ അത് ഞങ്ങളുണ്ടാവും കേട്ടോ. അതിനകത്തിൽ ആരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. 10-100 ആളുകളെ ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് വർഗമാണ്, ഏത് രാഷ്ട്രീയമാണ് മനസ്സിലാക്കാൻ പറ്റിയില്ല. കൈയും കാലും തലയും തലച്ചോറും കിഡ്നിയൊക്കെ കിട്ടിയത്. നമുക്ക് എന്ത് മതമാണുള്ളത്? അതാ ശ്രീനാരായണ പറയുന്നത്, നമുക്ക് മതമില്ലാതെ. പൊട്ടത്തരം പറഞ്ഞതോ ഭ്രാന്ത് പറഞ്ഞതൊന്നുമല്ല. നിങ്ങളുടെ ഈ മതവും ജാതിയും വർഗവും ഒക്കെ ഉണ്ടല്ലോ, ഈ നാട്ടിലുള്ള രാഷ്ട്രീയം ഒക്കെ ഉണ്ടല്ലോ, അതിനെ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ മനുഷ്യവിരുദ്ധമാണ്. എത്ര മതങ്ങളുണ്ട് ഇവിടെ ലോകത്തിൽ? എന്നിട്ട് മനുഷ്യന് ജാതി സമാധാനമുണ്ടോ? വിട്ടോടിപ്പോന്നില്ല. എപ്പോഴും ഭാരതത്തിലല്ലാത്തത് ഷെയ്ഖ് ഹസീന എന്നെ രക്ഷപ്പെടുത്താൻ ആളുകളില്ലാത്തത്. സനാതന ധർമ്മത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. സനാതന ധർമ്മത്തിന് മതമില്ല. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുകൊടുത്തില്ല. നിങ്ങൾ മതം രക്ഷിച്ചോട്ടെ, ഞങ്ങളെന്തിനാ സ്വീകരിക്കുന്നത്? നമ്മൾ സ്വീകരിക്കും, എല്ലാത്തിനെയും സ്വീകരിക്കും. ആരാധന പറഞ്ഞത് അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് എന്നോട് സൂചിപ്പിച്ചു. അച്ഛൻ പറയുന്ന എല്ലാം കേൾക്കുക എന്നുള്ളതല്ല, മറിച്ച് ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ചെയ്യേണ്ടത് ചെയ്യുക. അപ്പോഴാണ് വളരെ കൃത്യമായിട്ട് വായിച്ചെടുക്കേണ്ട ചില സംഭവങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ്. ലക്ഷ്മണൻ അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല. കാരണം വസിഷ്ഠന്റെ പാതാന്തികത്തിൽ ഇരുന്നിട്ട് ജ്ഞാനവാസിത്വവും നേടി, അത് കഴിഞ്ഞിട്ട് വിശ്വാമിത്ര മഹർഷി യാഗരക്ഷയ്ക്ക് കൊണ്ടുപോയപ്പോഴൊക്കെ അറിവ് നേടിയവരാണ് രാമലക്ഷ്മണൻ. ലക്ഷ്മണൻ തെറ്റാൻ സാധ്യതയൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക്, എന്നെപ്പോലുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ലക്ഷ്മണൻ ദേഷ്യപ്പെടുന്ന സന്ദർഭമുണ്ട്. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം മധൂജിതം ശാന്തേതരൻ കൃപാഹീനം ശതപ്രിയം എന്ന് പറഞ്ഞിട്ട് വൃദ്ധൻ ശവം. ഭ്രാന്തചിത്തം എന്റെ അച്ഛനെ കുറിച്ച് മോൻ പറയാണ്, ഭ്രാന്തനാണ്, ഭ്രാന്തൻ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നത്, എവിടെ നാട്ടിലേക്ക് വന്നത് അച്ഛന്റെ ഭ്രാന്തം കൊണ്ടാ. ജഡം ശവമാണ് അച്ഛൻ, ശവം. മധൂജിതം പെൺമോത്തനാണ്, പെണ്ണുങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കൂ. ശാന്തേതരം ഒരു ശാന്തി മനസ്സില്ലാത്തവനാണ്, ഡിസ്റ്റർബ്ഡ് മൈൻഡാണ്. കൃപാഹീനം നമ്മളോട് സ്നേഹത്തിലേക്ക് വിചാരിച്ചില്ല. ഷടപ്രിയം മറക്കാൻ ബുദ്ധിക്കാരനാണ്. ഇത് ലക്ഷ്മണൻ അറിവില്ലാതിട്ട് പറഞ്ഞതല്ല. ഇത് വാൽമീകി എഴുത്തച്ഛനൊക്കെ നമ്മളെ അറിയിക്കുന്നത്, ഇങ്ങനെ ഒരാൾ പെരുമാറിയെങ്കിൽ നമ്മളെങ്ങനെ പെരുമാറണം?
വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും നിന്നുള്ളത് നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിന് കേൾക്കണേ. പിന്നെ പറയുന്നത് കേട്ടാല് ഓരോരോ ഭാഗങ്ങൾ എടുത്ത് നോക്കും നിങ്ങള്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ. കർക്കിടകത്തില് കൃത്യമായിട്ട് ചിന്തിക്കേണ്ട സ്ഥലമാണ്. നിങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ പോയി എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പോകും. നിൽക്കുമോ യൗവനവും പുനരെത്തുമോ കപ്പിടിച്ച് നടക്കുന്ന ആളുകളുടെ കുറിച്ചിട്ട് ചിന്തിക്കുക. സ്വപ്ന സമാനം കളത്ര സുഖം എന്ന മക്കള് ഭാര്യ അല്ലേ, ഭാര്യ കളത്ര അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കുക സ്വപ്ന ദിവസം. ഈ ഫിലോസഫി പഠിച്ചാൽ മക്കളെവിടെ? അച്ഛനെ കൊല്ലുവോ? ഏട്ടനെ വിളിച്ചു പഠിക്കാൻ നടക്കുവോ? അച്ഛനെ കൊല്ലുവോ? 1992 ജൂൺ 19 കൃത്യമായിട്ട് 1992 ജൂൺ 19 വയനാട്ടിലൊരു ഇതുപോലെ മലയിടിച്ച് അന്ന് ഫോണോ മറ്റു മറിച്ചും സാധനങ്ങളൊന്നും ഇല്ല, വണ്ടികളൊന്നും ഇല്ല, കയറാമലയാണ്. അവിടെ ഞങ്ങൾ 7 മീൽ പോയിട്ട് രാത്രി 8 മണിയാകുമ്പോഴത്തേക്ക് 8 ശവശരീരങ്ങൾ എടുത്തു. 12 പേരായിരുന്നു മരിച്ചത്. അതിൽ പിന്നെ ഒരാളുടെ ഡെഡ് ബോഡി എടുക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ അയാളെ വീട്ടിലേക്ക് താമസിക്കാനാണ് പോകുന്നത്. വയനാട്ടിലൊരു സദാനന്ദം എന്ന് പറഞ്ഞ കൂട്ട് അയാൾ എന്നോട് പറയാണ്, എന്തൊരു മഴയും ഐസുള്ളൊരു മലപ്രദേശമാണ്, വണ്ടികളൊന്നും വരില്ലാണ്. ഫയർ സർവീസിന് വണ്ടി കൊണ്ടൊന്നും വരാൻ പറ്റിയില്ല. എത്തിയാണ് ഉച്ച വൈകുന്നേരം ഫയർ സർവീസും പോലീസൊക്കെ വന്നു കഷ്ടപ്പെട്ടു അവർ കുറെ. അപ്പോൾ എന്താണ് ഇങ്ങനെയൊരു മഴ, എന്തൊരു ഇയാളൊന്ന് ദുഷ്ടത ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പം ഞാൻ ഉണ്ടാതിരിക്കും, അവൻ മണ്ണിലായി പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ എടുത്ത് പോലീസൊക്കെ ഞങ്ങൾ വന്നിട്ട് അടക്കം ചെയ്തു രാത്രി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അന്നത്തെ CPM ഒരു മെമ്പറായിരിക്കുന്ന കുട്ടപ്പഞ്ചാട്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ കാപ്പിയൊക്കെ തരിക. അവിടെ ഞങ്ങളിങ്ങനെ കഴിക്കുമ്പോൾ മൂലയ്ക്ക് ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പോൾ എന്തും സഹായം ഇരിക്കുന്നതെന്ന് വെച്ചു. ഇപ്പം അതിന് പോയിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കലയോരപ്പറമ്പിലാണ്. എൻ്റെ ഇവിടെ എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ് ഈ മരിച്ച കുടുംബത്തിൽപ്പെട്ട ആളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആയിരിക്കും ചെറുപ്പം കൃത്യമായിട്ട് അറിയുന്നവരോടത്തോട് ഞാൻ പറയുന്നത് ശരിയാണ്. മൂലമേൽ നമ്മുടെ കുടുംബ പേര് വാസുവേടൻ്റെ കുടുംബം നശിച്ചു. അപ്പോൾ എന്നിട്ട് ചോദിച്ചപ്പോൾ അവസാനം ഈ സജീവൻ എന്ന് പറഞ്ഞ ആൾ കരയോരപ്പറമ്പ് എന്ന് പറഞ്ഞ സജീവൻ പറയുകയാണ്, പിന്നെ സ്വത്ത് തർക്കത്തിൽ എൻ്റെ അച്ഛനെ ഇപ്പോൾ മരിച്ചിരിക്കുന്ന വലിയച്ഛൻ വേലിയുടെ തളി എടുത്തിട്ട് പുറത്തടിച്ച് തള്ളിയിട്ടു. 10-14 കൊല്ലം കിടന്ന കിടപ്പിൽ കണ്ണുനീരൊഴിച്ചൊഴിച്ച് ചത്തുപോയതാണ് വെച്ചത്. പക്ഷെ എന്നാലും വലിയച്ഛൻ മരിച്ച് കുടുംബം മരിച്ചപ്പോൾ ഞാൻ വന്നേ ഉള്ളൂ. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരത്തിലും. ഇതാണ് കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകുമീ മലരു വിസ്മൃതമാകുമ്പോൾ എന്ന് പറയുന്നതിന്റെ തൊട്ടു മുമ്പ് ശ്രീഭൂവിലസ്ഥിരവ സംശയം ആഭൂതി എന്ന് പുനരിഞ്ഞ് കിടപ്പിലോർത്താൽ എന്ന് ആശാൻ പാടുന്നത്. എവിടുന്ന് ആശാൻ കിട്ടിയതാ? ഈ ശ്രീഭൂവിലസ്ഥിര ഐശ്വര്യം ഭൂവിലസ്ഥിരമാണ്. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്. എഴുത്തച്ഛനില്ലെങ്കിൽ കുമാരാശാനില്ല, കുമാരാശാനില്ലെങ്കിൽ സുമാരഴിപ്പോലില്ല. വലിയ ബുദ്ധിജീവികളല്ലേ ഈ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കീഴ്പാട്ടിൽ മാത്രം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ അറ്റ്ലീസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയുണ്ട് 30-ലധികം PhD ജേതാക്കൾ രാമായണത്തിൽ മാത്രം റിസർച്ച് ചെയ്ത് ഇറങ്ങിയ ആളുകൾ. എന്നിട്ട് ഇവർ പറയാണ് രാമായണം പഠിച്ചാൽ വളരെ പ്രസംഗിച്ചില്ലേ, രാമായണം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പഠിക്കും എന്ന് പറയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഓർമ്മയുണ്ടോ? കേട്ടോ? അറിഞ്ഞോ? എന്നറിയാത്തത് ഹനുമാനെ പോലെ ഇരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതൊന്നും അറിയില്ല. ഹനുമാൻ അറിഞ്ഞിരുന്നില്ല, ഞാൻ ആരാണെന്ന് അറിഞ്ഞില്ല, എന്റെ സംസ്കാരം എന്താണെന്ന് അറിഞ്ഞില്ല, എന്റെ അച്ഛനാരാണെന്ന് അറിഞ്ഞില്ല, എന്റെ ദേശീയം എന്താണെന്ന് അറിഞ്ഞില്ല, എന്റെ പൈതൃകം എന്താണെന്ന് അറിഞ്ഞില്ല, ഞാൻ എങ്ങനെ ഒന്നും അറിഞ്ഞില്ല, എനിക്കെന്ത് കഴിവുണ്ടെന്ന് അറിഞ്ഞില്ല. നഷ്ടപ്പെട്ടു പോയ സീതയെ തിരിച്ചെടുക്കാൻ ഇതൊക്കെ അറിയുന്ന ഒരു സംസ്കാരം ഉണ്ടാവണം. നഷ്ടപ്പെടലുകളെ തിരിച്ചെടുക്കാനും നഷ്ടപ്പെടാതിരിക്കാനും ഈ തനിമ വേണം എന്ന് രാമായണം പറഞ്ഞത് ഈ ഹനുമാനിലൂടെയാണ്. നമ്മളൊക്കെ കൂടി ജീവിച്ചു സന്തോഷമായി അവസാനം മടങ്ങിപ്പോകുന്നു. ചാവുന്നില്ല, ആരും ചാവുന്നില്ല, നിങ്ങളാരും ചാവുന്നില്ല, ഞാനും ചാവുന്നില്ല.
ധ്രുവം ജന്മമൃതശീലാണ്. ജനനവും മരണമൊക്കെ ഒരു ചക്രവാളങ്ങളാണ്, വീണ്ടും വീണ്ടും വരും. വരാതിരിക്കാൻ എന്ത് ചെയ്യാമെന്ന് എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞിരുന്നുണ്ട് ഇത് ഞാനൊക്കെ പറഞ്ഞ് ശരിയാണെന്ന് പറയണമെങ്കിൽ ഞാൻ പറയാറുണ്ട് എപ്പോഴും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, നെൽത്തറക്കി കറുത്തു വാഴയിലോ കുടിയിലൊക്കെ ആയി അതിനനുസരിച്ച് ഒരു സ്ഥലത്തിൽ നമ്മളെ ജീവൻ പഞ്ചപ്രാണങ്ങളും പഞ്ചോപപ്രാണങ്ങളും മുഴുവൻ പോയിട്ടുണ്ടാവില്ല. പേടിക്കേണ്ട കേട്ടോ. നമ്മൾ കാണും, നമ്മൾ കേൾക്കും, നമ്മൾ അറിയും. സ്വാഭാവിക മരണമാണെങ്കിലും ആത്മഹത്യയല്ല. ആത്മഹത്യ എന്ന് പറയുന്നത് തെറ്റാണ്, സ്വഹത്യ എന്ന് പറയുന്നത്. സ്വഹത്യയാണെങ്കിലും കൊലപാതകമാണെങ്കിലും അപകടമരണമാണെങ്കിലും നമ്മൾ മരിച്ചു എന്ന് പോസ്റ്റ് മോർട്ടം മെഡിക്കൽ സയൻസ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഏതാണ്ട് ഒരു 6-7-8 മണിക്കൂർ സമയത്തേക്ക് നമ്മുടെ ആത്മൻ ആ ശരീരവുമായിട്ട് ബന്ധമുണ്ടാകും. പ്രാണനും അപാനനും സമാനനും ഉദാനനും വ്യാനും ഒക്കെ പോയാൽ, ത്രികരനും ഊർമ്മനും നാലനും ഒക്കെ പോയാലും ധനജ്ഞയനും ഉണ്ടാവുന്ന പറയാം. പത്താമത് അങ്ങനെ കുറേശ്ശെ നമ്മുടെ കാഴ്ച പോകുള്ളൂ, നമ്മുടെ കേൾവി പോകുള്ളൂ, നമ്മുടെ ബോധം പോകുള്ളൂ, നമ്മുടെ ചിന്തകൾ പോകുള്ളൂ. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കും, ഞാൻ മറ്റെന്തോ ആവുകയാണ്, ഞാൻ മരിക്കുകയല്ല, ഞാൻ ഇല്ലാണ്ടാവുന്നില്ല. നമ്മളാരും കേട്ടാവുന്നില്ല, മുമ്പുണ്ടായിരുന്നു അല്ലേ? എന്റെ കഥയൊന്നും ഞാൻ പറയില്ല. കൃഷ്ണൻ അർജുനോട് പറഞ്ഞതും വിവേകാനന്ദനോട് മറ്റേ ഗുരു പറഞ്ഞതും ഒക്കെ ധാരാളം കഥകളുണ്ട്. അതൊന്നും നമ്മള് മറന്നുപോകരുത്. ഞാൻ പറഞ്ഞത് നമ്മൾ അറിയേണ്ടതിനെ അറിയണം എന്നുള്ളതാണ്. അറിയേണ്ടതിനെ അറിയുമ്പോൾ അത് അറിയിക്കുന്ന ഒരിടമാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും സുന്ദരമായ ഗ്രന്ഥം കുട്ടികളോട് പഠിക്കാൻ പറയുക, സമൂഹത്തിനോട് പഠിക്കാൻ പറയുക. ആ നന്മയെ അന്വേഷിക്കാൻ വേണ്ടി എന്തിനാണ് വസിഷ്ഠന്റെ പാറാന്തികത്തിലിരുന്ന് പഠിച്ചതിന് ശേഷവും വിശ്വാമിത്ര മഹർഷി ഈ രാമലക്ഷ്മണന്മാരെ താടകയെടുത്തേക്കും അതുപോലെ പിന്നീട് വനവാസത്തിനെത്തുന്ന സമയത്ത് ഹരദൂഷണ ദൃശ്യരസുകളെടുത്തേക്കും അനുഭവങ്ങളായിട്ട് കൊണ്ടുവരുന്നത് ഈ സമൂഹത്തിലെ എന്തെല്ലാം ദുർനിമിത്തങ്ങളും ദുർമൂർത്തികളും ഉണ്ട്, അതിനെല്ലാം തിരിച്ചറിഞ്ഞില്ല വേണ്ടാത്തതിനെ ഇല്ലാതാക്കാനുള്ള കരുത്ത് ഉള്ള ആളുകൾ ഉണ്ടാവണം സമൂഹം നിലനിൽക്കാൻ. എന്നാലേ ധർമ്മം നിലനിൽക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്, നശിപ്പിക്കേണ്ടതിനെ നശിപ്പിച്ചേ പറ്റുള്ളൂ. അതാണ് അജ്മൽ കസബിനെ കൊണ്ടത് ശരിയാണോ അല്ലയോ എന്ന് ഞാൻ ചോദിച്ചത്. നശിപ്പിക്കേണ്ടതിനെ നശിപ്പിച്ചേ പറ്റുള്ളൂ, അതിനു വേണ്ടിയിട്ട് ഇറങ്ങാം. അതാണ് ചെയ്യുക, അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ ഇറങ്ങുന്ന ഒരു കഥാപാത്രത്തെ നമ്മൾ കാണുക. നീ സൂര്യനിലേക്ക് ചാടിയവനായിരുന്നു, നീ ആരാണെന്ന് എനിക്ക് മനസ്സിലാവൂ, നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് അറിയില്ല. ഇന്നും നമ്മൾ ചോദിക്കാറ് വികൃതിയൊക്കെ കാണിച്ചു കഴിഞ്ഞാല് ഇപ്പോഴൊന്നും എനിക്ക് അറിഞ്ഞു, അതൊന്നും നിന്നെ പറഞ്ഞ കാര്യമില്ലാടാന്ന് പറയും. എന്താ ഉദ്ദേശിക്കുന്നത്? നിന്റെ അച്ഛൻ ആരാണ്, നിന്റെ അമ്മ ആരാണ്, നിന്റെ തന്തനെ പറയാമെന്ന് പറയുകയാണ്. ശരിക്കും മലയാളത്തിലെ വാക്കുകൾ തന്താ പറഞ്ഞാന്നുള്ളതാണ് കേട്ടോ. അച്ഛൻ എന്നുള്ള വാക്ക് പാലി ഭാഷയിൽ നിന്ന് നമ്മൾ ഇത് സ്വീകരിച്ചാണ്. അതുകൊണ്ട് തന്താ പറഞ്ഞ മോശമൊന്നുമല്ല. ബോധം വന്നതിന് ശേഷം ഞാൻ പോകാൻ പോയിട്ട് കഥ പറഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെ പോകാൻ